ഇത് ചെയ്തവർ അല്പം ബുദ്ധിമുട്ടിക്കാണും. വലിയ റോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് സർ. അതുകൊണ്ട് അല്ല, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. മണ്ടത്തരം പറയല്ലേ, ഒരാൾ തന്നെ ഇത്രയും ഉയരത്തിൽ ഇംപോസിബിൾ. അല്ല, ബോഡി നിലത്ത് കിടത്തിയിട്ട് നീളമുള്ള റോപ്പ് കൊണ്ട് മുകളിലേക്ക് വലിച്ചു കയറ്റിയ. ഡോണ്ട് ടോക്ക് റബിഷ്. സാർ സാർ 3 ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മിസ്സിംഗ് കേസുമായി മാച്ച് ചെയ്യുന്നുണ്ട്. വിക്ടിമിന്റെ പേര് അരവിന്ദൻ. ഹീസ് എ ഗവൺമെന്റ് സർവന്റ് വർക്കിംഗ് ഇൻ കസ്റ്റംസ്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഇതൊന്ന് നോക്കൂ. മരണം നടന്നിട്ട് ഉദ്ദേശം 15 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3 മണി. ദാറ്റ് മീൻസ് അറൌണ്ട് മിഡ് നൈറ്റ്. മേ ബി, ബട്ട് ഇറ്റ്സ് നോട്ട് പ്രിസൈസ്. ചിലപ്പോൾ 1-2 മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. കോസ് ഓഫ് ഡെത്ത് രക്തം വാർന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഓ, വേറെ ഒടിവോ ചതവോ ഒന്നും ബോഡിയിൽ കാണാനില്ല. പിന്നെയുള്ളത് നെഞ്ചിൽ ആ മുറിവുകളാണ്. അതാണ് എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വെറും മുറിവുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മുറിവുകളിലൂടെയാണ് രക്തം വാർന്നിരിക്കുന്നത്. രക്തം വാർന്ന ഒരാളെ കൊല്ലാനാണെങ്കിൽ അയാളുടെ ഞരമ്പ് മുറിച്ചാ പോരെ? തീർച്ചയായും. അപ്പോൾ മരണം അല്പം കൂടി നേരത്തെ സംഭവിച്ചിരിക്കും. ഇവിടെ മരണം വൈകിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. എ കൈൻഡ് ഓഫ് ടോർച്ചർ. നിങ്ങളുടെ ഭർത്താവിനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ട് അറിയോ? അറിയില്ല സർ. ആരുടെയും ശത്രുത സമ്പാദിക്കുന്ന സ്വഭാവമായിരുന്നില്ല അരവിന്ദൻ്റേത്. വളരെ നല്ലൊരു പയ്യനായിരുന്നു. മിസ്റ്റർ കൃഷ്ണപിള്ള, ജാൻസിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല സർ. അവൾ ആകെ അസ്വസ്ഥയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ. യെസ് സർ. ഷീസ് എ മിസ്റ്റീരിയസ് ഗേൾ സർ. എന്തോ ചില നിഗൂഢതകൾ പോലെ. അങ്ങനെ വലിയ നിഗൂഢതകളൊന്നുമില്ലടോ. ആ പെൺകുട്ടിയുടെ അച്ഛൻ കൃഷ്ണപിള്ള ഇവിടെ വന്നിരുന്നു. കല്യാണത്തിന് മുമ്പ് ആ പെൺകുട്ടിക്ക് ഒരു മുസ്ലിം പയ്യനോട്ട് അടുപ്പമുണ്ടായിരുന്നു. സ്വാഭാവികമായും വീട്ടുകാരെ എതിർത്തു. അപ്പോഴാണ് കൊല്ലപ്പെട്ട ഈ അരവിന്ദൻ താല്പര്യം പറഞ്ഞ് കൃഷ്ണപിള്ളയെ സമീപിക്കുന്നത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ജാൻസിയെ സ്വീകരിക്കാൻ അരവിന്ദൻ തയ്യാറായി. ജാൻസിയുടെ എതിർപ്പ് വകവയ്ക്കാതെ അവരാ കല്യാണം നടത്തി. അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യം അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ആ മുസ്ലിം പയ്യനെ കുറിച്ച് എന്തെങ്കിലും വിവരം? ആ പയ്യന്റെ അഡ്രസ് അവർ തന്നിട്ടുണ്ട്. ബട്ട് ഹീസ് മിസ്സിംഗ്. വാട്ട്? യാ. അവർക്ക് പയ്യനെ സംശയമുണ്ടല്ലേ? ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. മകളുടെ ഭർത്താവ് കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും കാമുവിനെ സംശയിക്കുമല്ലോ. അവരുടെ ഉദ്ദേശം അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സർ. ഒരുപക്ഷെ അവരുടെ മകളുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം പയ്യന്റെ തലയിൽ കെട്ടിവെച്ച് മകളെ രക്ഷിക്കാനുള്ള ശ്രമമാണെങ്കിൽ that's just a possibility. So don't move against her until we get solid evidence, because Krishnapilla is highly influential. I know sir. What I need is a damn good opening. Go! അലി ഉമർ അല്ലേ?
അരവിന്ദിന്റെ കൊലയാളികളെ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് സത്യമാണോ സാർ? അതെ. ആരാണ് അയാൾ? എന്താണ് അയാളുടെ പേര്? സോറി, അതൊന്നും പറയാൻ ഇപ്പോൾ നിവൃത്തിയില്ല. അതെന്തിനാ സാർ ഒരു സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമല്ല, ഇപ്പൊ അതൊന്നും പറയുന്നില്ല, അത്രേ ഉള്ളൂ. സാർ അത് സോറി, നോ മോർ ക്വസ്റ്റ്യൻസ്. അതെന്താ സാർ, പത്രക്കാരെ പേടിയാണോ? വർഷ മാത്യൂസ്, കറസ്പോണ്ടന്റ്, മലയാള ദേശം. ആര് പറഞ്ഞു പേടിയാണെന്ന്? മറിച്ച് വളരെ ഇഷ്ടമാണ്. പത്രക്കാരെ അല്ല സാർ, പിടിക്കപ്പെട്ടയാൾ കുറ്റവാളിയാണെന്ന് ഉറപ്പില്ലാത്ത അവസരങ്ങളിൽ പോലീസ് ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അതാണോ കാര്യം? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. പ്രതിയുടെ ഡീറ്റെയിൽസ് മറ്റാരെക്കാളും മുമ്പ് വർഷയ്ക്ക് ഞാൻ തരും. എന്തേ പോരെ? എന്റെ പുതിയ ഫീച്ചറിന്റെ പേര് സുരേഷിന് അറിയാമോ? ആ, മദ്യവും പോലീസും. ആ പേരൊന്ന് മാറ്റിയാലോന്ന് ആലോചിക്കാം. മദ്യവും മദിരാക്ഷിയും പിന്നെ പോലീസും. വിജയ്ക്ക് സിനിമ ഇഷ്ടായോ? ഓ, എന്തൊരു ചവറ് സിനിമയായിരുന്നു. കോമഡിയാണെന്നും പറഞ്ഞ് കുറെ കോമാളിത്തരങ്ങൾ. ഓ, എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കഷ്ടം. അതെ, വിജയ്ക്ക് ആക്ഷൻ സിനിമയോടല്ലേ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ തോന്നിയത്. എനിക്ക് എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. പക്ഷേ സിനിമ എന്നെ എന്റർടൈൻ ചെയ്യിക്കണം. അതെങ്ങനെയാ? കോമഡി സിനിമ മാത്രം എന്റർടൈൻമെന്റ് എന്നാ നിന്നെ പോലുള്ള മണക്കൂസുകളുടെ വിചാരം. ഏ, അല്ല ഇതാരേ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നത്? ഭാഗ്യം, ഗേറ്റ് തുറക്കാറുണ്ടല്ലോ, അത്രയും ആശ്വാസം. ഗീതേ, ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാം. പതുക്കെ കൊണ്ടുപോവാണോ കൊച്ചിനെ? ഡാഡിക്കൊരു കൂട്ട് അല്ലട ചക്കരെ. വിജയ്, വിജയ്, ദേ എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. എന്താ സാർ ബില്ല്? ഇതെത്ര ഉണ്ടോ? 1300. ഒരു ഫുള്ളൂടെ തന്നിട്ട് ബാക്കി താൻ വെച്ചോ. സാർ ഇങ്ങനെ കഴിച്ചാൽ വഴിയുടെ നടക്കിടന്നോ കോപ്പേ അഭ്യാസം കാണിക്കുന്നത്. നല്ല വാറാണല്ലോ ഏട്ടാ. അത് ശരി, മൊബൈൽ വാറാണല്ലേ? എന്താടാ എന്താടാ നോക്കുന്നത്? കള്ളു കുടിച്ചാൽ മര്യാദ കിടന്നോ, അല്ലാതെ ഞങ്ങൾക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. എങ്ങോട്ടാ പോണ? ഇതിന് സമാനം പറഞ്ഞിട്ട് പോയാൽ മതി. കള്ളു കുടിച്ച വൈകി കിടന്നു. അദ്ദേഹം ഒരു പോലീസുകാരനാണ്.